ഡിഫറൻസ്. നമ്മളിപ്പോൾ ചിലതരം പക്ഷികളെയും അതുപോലെ പെറ്റ് കാറ്റ്, ഫിഷ്, അങ്ങനെയുള്ള പെറ്റുകളൊക്കെ പരിചയപ്പെടാൻ പോവാണ്. അതിന് വലിയൊരു മാർക്കറ്റാണ്. അതിപ്പോൾ ഷാർജയിലുള്ള വലിയൊരു മാർക്കറ്റാണ്. ഷാർജ മെയിൻ ഏരിയയിൽ നിന്ന് റോൾ ചെയ്യുന്ന 2-3 കിലോമീറ്റർ ഉള്ളൂ. അതായത് ജുബൈൽ മാർക്കറ്റ്, അതായത് ഫിഷ് മാർക്കറ്റ്, ഈ വെജിറ്റബിൾ മീറ്റ് മാർക്കറ്റുള്ളതിൻ്റെയൊക്കെ അടുത്തായിട്ട് ഏകദേശം ഒരു 500-600 മീറ്റർ ദൂരേ ഉള്ളൂ. ഇത് വലിയ കുറേ അധികം ഷോപ്പുകൾ, കുറേ മലയാളികളുടെ ഷോപ്പുകളുണ്ട്, പാകിസ്ഥാനിലെ ഷോപ്പുകളും. ജോലിക്കാരൊക്കെ കൂടുതലും മലയാളികളും പാകിസ്ഥാനികളും ബംഗാളികളൊക്കെയാണ്. അങ്ങനെയുള്ള കുറേ ഷോപ്പുകളുണ്ട്, കണവാൻ ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് പലതരം പക്ഷികളെ, മയില്, ആഫ്രിക്കൻ തത്തകൾ 5000 രൂപ കാണുന്ന തത്തകൾക്കൊക്കെ 5000, 2500 അങ്ങനെ പലതരം തത്തകളാണ്. മക്കാവിനാണെങ്കിൽ അതിലും കൂടും, 5000-6000 ദിറംസാണ് കേട്ടോ. അപ്പോൾ രൂപയിലാകുമ്പോൾ അത് 1 ലക്ഷത്തോളമൊക്കെ വരും. ഇങ്ങനത്തുള്ള പല ജാതി പക്ഷികളൊക്കെ നമുക്ക് കാണാനും വാങ്ങിക്കാനും, ഒഴിവ് ദിവസങ്ങളൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് കണ്ട് ആസ്വദിക്കാനും ഒക്കെ പറ്റും, വാങ്ങിക്കാനും പറ്റും. ചെറിയ വിലക്ക് നമുക്ക് വളർത്താൻ കിട്ടും. ഇപ്പോൾ ഇന്ത്യൻ പാരറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളതിനും കാണാറുണ്ട്. ഇന്ത്യൻ പാരറ്റ് ആണെന്നത് റൈറ്റ് സൈഡിൽ ഇപ്പോൾ തല നീട്ടണമൊക്കെ ആഫ്രിക്കൻ പാരറ്റാണ്. ഇന്ത്യൻ പാരറ്റ് ആണെന്നുണ്ടെങ്കിൽ 150 ഫിഷ് कितना में बेचते हो? വളരെയധികം പോപ്പുലർ ഇവിടുത്തെ വിവിധ ആൾക്കാർ, കുടുംബസ്ഥയിലുള്ള മലയാളികളുടെ കുടുംബസ്ഥകൾ, അതിൻ്റെ അടുത്തതിൻ്റെ അതിൻ്റെ ഇതാണ് വെറ്ററിനറി ക്ലിനിക്കും ഒക്കെ ഉണ്ട്. ഹെൽത്തിൻ്റെ ബോർഡാണ് കാണുന്നത്. ഇത് ഒരുതരം इसका कितना है बेचते? 500. दूसरा कौन सा दूसरा हिमालयन? हिमालयन आप लोग कितना बेचते हैं? हिमालयन में 500 का बेचते? मैं पहले लिखे था, लेकिन अभी जगह नहीं लिखने का, इंशाल्लाह दौर आ जाएगा. ये ज़्यादा कौन सा वाला? हाँ, पैसे ज़्यादा और थोड़ा सस्ता. ये तुर्की का है आगे वाला फिश नहीं. ये आगे वाला ये हिमालय हाँ आ गया ये हिमालय. കണ്ണ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രത്നം പോലുള്ള കണ്ണാണ്. ഇപ്പോൾ ഈ നീല രത്നം പോലുള്ള കണ്ണുകളാണ്, സഫയർ, ബ്ലൂ സഫയർ പോലെ. ഇത് ആഫ്രിക്കൻ പാരറ്റാണ്. ഏറ്റവും ചെറിയ ആഫ്രിക്കൻ പാരറ്റാണ്. ഇതാണ് ലവ് ബേർഡ്. പക്ഷെ നമ്മളെ മലയാളികളൊക്കെ പലപ്പോഴും ഈ ബഡ്ജി, അതായത് ബഡ്ജറി ഗേൾസിനെ ഷോർട്ടാക്കി വിളിക്കുന്ന ബഡ്ജി, ഈ ബഡ്ജീസിനെ കണ്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് ലവ് ബേർഡ്സ് ആണ് പറയുന്നത്. ഇത് ഫ്ലവർ ഹോൺ എന്ന് പറയുന്ന ഒരു തരം ഇതാണ്. ഫ്ലവർ ഹോൺ എന്ന് പറയുമ്പോൾ ഇതിന് ഈ ഫ്ലവർ പോലുള്ള ഒരു കൊമ്പ് പോലൊരു സാധനമാണ്. കഥയിലുള്ള ഒരു ഫ്ലവറാണ്. നല്ല ഭംഗിയുള്ള ഒരു ഫിഷാണ്. ഇതിൻ്റെ ഭാഗ്യം കൊണ്ടിരുന്നു അതിന് പറഞ്ഞു. അതുപോലെ തന്നെ ഷോപ്പുകൾ, ആക്സസറീസും സാധനങ്ങളും. അല്ല ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ലടാ, നമുക്ക് ഇവിടെ കുറച്ചുകൂടി പണിയുണ്ട്. പക്ഷികളൊക്കെ പറ്റിയ ആ ശ്രീകാന്തിയിലെ സൺഫ്ലവർ സീഡാണ് ആഫ്രിക്കൻ തത്വം. ആഫ്രിക്കൻ അധികം വരുന്നത് ബ്രസീലിൻ്റെ ഉണ്ട്. ഇത് ബ്രസീലിൻ്റെ ആണെന്നാണ് അയാൾ പറഞ്ഞത്. ഇതിനൊക്കെ 2000 ആഫ്രിക്കൻ ഗ്രേപ്പരിച്ച ആളുകളൊക്കെ നല്ലതാണ്. എത്ര പുറത്തെടുക്കില്ല, അത് വീട്ടിൽ തന്നെ അരിയില്ല. അതിനോട്ട് അവിടെ ചിലപ്പോൾ പറഞ്ഞു ഈ ഗ്രേപ്പരിച്ച് മക്കാവ് എന്നുള്ള ആഫ്രിക്കൻ വലിയ തൊട്ടകളൊന്നും അങ്ങനെ പോകില്ല. ഇന്ത്യൻ തൊട്ടകൾ നല്ല ആൾക്കാരുണ്ട്. അവർ 280 രൂപ 250 രൂപ മെയിലിന്. മെയിലിനാണ് ഒരു ലൈനുണ്ടോ ഇവിടെ ഒരു ഫോളിൻ്റെ പോലെ ഒരു ലൈനുണ്ട്. മെയിൽ ഇരിക്കുന്നൊക്കെ ഫിമെയിലാണ്. ഈ ഫിമെയിലിന്
ഇതിനേക്കാൾ ഇത്തിരി കൂടി വില കുറവാണ്. ഇത് ഒരുതരം ആഫ്രിക്കൻ ലവ് ബേർഡിന് പെട്ടാൻ എൻ്റെ ബാക്കിൽ കാണുന്ന മഞ്ഞ കളറിലുള്ള ഫിഷർ എന്ന് പറയും. അതും ആഫ്രിക്കൻ ലവ് ബേർഡ് തന്നെയാണത്. അതും ചെറിയാണ് പാരറ്റാണ്. അതുപോലെ തന്നെ ഏറ്റവും കുഞ്ഞൻ പാരറ്റാണ് ഇത്. ഈ ഫാമിലി സ്കേറ്റാണ് ഇത്. പരിചയമില്ലെങ്കിൽ അധികം ഇണങ്ങി കഴിഞ്ഞാൽ വളരെ ഫ്രണ്ടിൽ मतलब क्या है क्या സ്കോട്ടിഷ് ഡിമാൻഡ് ഉണ്ട് ഡയറക്റ്റ് ये डैनिश कहते हैं डैनिश यह अभी सौ के उठा है ना, स्कॉटिश बोलते हैं ये स्कॉटिश है ना, हाँ हाँ स्कॉटिश है स्कॉटिश कितना प्राइस का है पैसे दो, कितना ये 1200 1200 का സോറി ആനിമൽസിൻ്റെ അതുപോലെ പെറ്റിൻ്റെ ഒക്കെ മാർക്കറ്റിൽ നമ്മൾ ഇടാൻ വരുന്നത്. ടൈഗർ എന്നാണ് ഇതിൻ്റെ പേര്. ടൈഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം കണ്ടിട്ട് പറയുന്നതാണ്. പക്ഷെ വളരെ ചെറുതും പാവം പക്ഷേ ഞാൻ വേറെ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇത് മൂൺ ഗൗരാമി എന്നൊക്കെ കാണുന്നുണ്ട്. അത് നീണ്ട കളറാണ്. അത് ഭയങ്കര വലുപ്പമുണ്ടാവും. ക്യാരറ്റ് വളരെ വളരെ പക്ഷെ നല്ല ഭംഗിയുള്ള ഫിഷുകളാണ് ക്യാരറ്റ്. നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. हाँ अफ्रीकन लव बर्ड है फिशर बोलते हैं दूसरा है ये कितना कितना बेचता है अच्छा आपका नाम क्या है हाँ हाँ अच्छे अच्छे बन गए ये अफ्रीकन ग्रे पैरेट का कितना भैया ये 2500 इसका क्या होता है सनफ्लावर का सीड खाता होगा हाँ 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 നാട്ടിൽ ഈ കരൽ മീനിൻ്റെ അനുസരിച്ചിട്ടൊരു പേര് തരത്തിൽ കൂടാതെ ചുണ്ട് പരത്തുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ഡാൻഡറിൻ്റെ അധികം ചെല്ലില്ല. ഒരാഴ്ച കുളിപ്പിച്ച് കൊടുക്കുക നമ്മൾ ഗോൾഡിലേക്ക് എത്തി. വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കാണണം. നന്ദി, നമസ്കാരം. അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയൊക്കെയാണ് പറയുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം പുണ്യർക്കുളം സൈനിധി സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.